Good afternoon. Good afternoon. Good afternoon, ma'am. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് എന്താ നോസോകോമിയൽ ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യാനുള്ള മെത്തേഡ്സുകൾ അതല്ലേ പറഞ്ഞത് അല്ലേ? പ്രിവെന്റീവ് മെത്തേഡുകള് ഏതൊക്കെയായിരുന്നു നോസോകോമിയൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യുന്ന മെത്തേഡുകള്? Sanitation, Sanitation, isolation, hand washing, personal protective equipment, additional precautions. Additional precautions. ഏതൊക്കെയായിരുന്നു additional precautions വരുന്നത്? airborne precautions, contact precautions. ഇത്രയും 7th one പറഞ്ഞായിരുന്നു ആന്റി മൈക്രോബിയൽ സർഫസ് ഇല്ല അല്ലെ? ഇവിടെ വരെയാണ് പറഞ്ഞു നിർത്തിയത് അല്ലെ കഴിഞ്ഞ ക്ലാസ്സില്? ഓക്കെ, അപ്പൊ നമുക്ക് ഈ നോസോകോമിയൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യാനുള്ള മെത്തേഡുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത്. അതിൽ 6 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ഇനി നെക്സ്റ്റ് 7th one ആന്റി മൈക്രോബിയൽ സർഫസുകൾ. The surface normally found in hospital rooms such as ഏതൊക്കെയാ? ബെഡ് ട്രെയിലുകള്, കൈപ്പിടികള്, ബെഡിന്റെ പിടികളൊക്കെ ഇല്ലേ, അത് കോൾ ബട്ടൺ, കോൾ ചെയ്യാൻ വേണ്ടിയുള്ള കോൾ ബട്ടണുകള്, ടച്ച് പ്ലേറ്റുകള്, ചെയേഴ്സ്, ഡോർ ഹാൻഡിൽ, ഡോറ് ക്ലോസ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനൊക്കെയുള്ള ഹാൻഡിലുകള്, ഡോർ ഹാൻഡിൽസ്, ലൈറ്റ് സ്വിച്ചസ്, ലൈറ്റിന്റെ സ്വിച്ചുകള്, ഗ്രാബ് റെയിൽസ്, ഇൻട്രാവീനസ് പോൾസ്, ഡിസ്പെൻസറീസ്, ആൽക്കഹോൾ, ജെല്ല്, പേപ്പർ ടവല്, സോപ്പ്, ഇങ്ങനെയുള്ള, പിന്നെ ഡ്രസ്സിംഗ് ട്രോളി ആൻഡ് കൗണ്ടർ, ടേബിൾ ടോപ്പ് ആർ നോട്ട് ടു ബി കണ്ടാമിനേറ്റഡ്. അപ്പൊ ഇങ്ങനെയുള്ള ഇതൊക്കെ കണ്ടാമിനേറ്റഡ് ആണെങ്കിൽ നമ്മള് ഇൻഫെക്ഷൻ അതിൽ കൂടെ എന്താ പറയാ സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പൊ ഇൻഫെക്ഷൻ ഉള്ള ഒരാളെ പിടിച്ചു കഴിഞ്ഞ് ഈ സർഫസുകൾ, ടഫ് സർഫസുകളൊക്കെ തൊട്ട് കഴിഞ്ഞാൽ അവിടെ നമ്മൾ വീണ്ടും ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യണം? ജേം ഫ്രീ ആക്കണം. ഇവിടെ തന്നേക്കണം. സർഫസ് ഇൻ ഹോസ്പിറ്റൽ റൂംസ് ക്യാൻ ആക്ട് ആസ് സോഴ്സ് ഓഫ് റിസർവയർ. അപ്പൊ ഇൻഫെക്ഷനെ സ്പ്രെഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻഫെക്ഷൻ വരാനുള്ള ഒരു സോഴ്സ് ആണ് ഈ ആന്റി മൈക്രോബിയൽ സർഫസ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഈ ആന്റി മൈക്രോബിയൽ സർഫസ് ഇതൊക്കെ എന്താക്കണം? ജേം ഫ്രീ ആക്കണം. ഫോർ ദ സ്പ്രെഡ് ഓഫ് ബാക്ടീരിയ ഫ്രം ഹാൻഡ്സ് ഓഫ് ദ ഹെൽത്ത് കെയർ വർക്കേഴ്സ് ആൻഡ് വിസിറ്റേഴ്സ് ടു പേഷ്യന്റ്. ഹെൽത്ത് കെയർ വർക്കേഴ്സിന്റെയും അതുപോലെ തന്നെ ആ പേഷ്യന്റിനെ വിസിറ്റ് ചെയ്യുന്ന വിസിറ്റേഴ്സിന്റെ ഒക്കെ കൈകളിൽ നിന്ന് അടുത്ത് നിന്ന് ഇൻഫെക്ഷൻ, നോസോകോമിയൽ ഇൻഫെക്ഷൻ പേഷ്യന്റിലേക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ഈ ടച്ച് സർഫസുകൾ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? സോ കീപ് ദ സർഫസ് ഫ്രീ ഓഫ് മൈക്രോ ഓർഗാനിസംസ്. ഈ സർഫസുകളൊക്കെ മൈക്രോ ഓർഗാനിസം ജേം ഫ്രീ ആക്കി മാറ്റണം. അതാണ് ആന്റി മൈക്രോബിയൽ സർഫസ് എന്ന് പറയുന്നത്. ടു കീപ് ദ സർഫസ് ഫ്രീ ഓഫ് മൈക്രോ ഓർഗാനിസംസ്. അപ്പൊ അതിനകത്ത് ടച്ച് സർഫസിൽ വരുന്ന ഏതൊക്കെയാണെന്ന് ചോദിക്കാട്ടോ. ഹോസ്പിറ്റൽ റൂമുകള്, ഫൗണ്ടിങ് ഹോസ്പിറ്റൽ റൂംസ്, ബെഡ് ട്രെയിലുകള്, കോൾ ബട്ടൺ, ടച്ച് പ്ലേറ്റുകള്, ചെയേഴ്സ്, ഡോർ ഹാൻഡിൽ, ലൈറ്റ് സ്വിച്ചസ്, ഗ്രാബ് റെയിലുകള്, ഇൻട്രാവീനസ് പോൾസുകള്, ഡിസ്പെൻസറീസ്, ആൽക്കഹോള്, ജെല്ല്, പേപ്പർ ടവൽ, സോപ്പ്, ഇതൊക്കെ ഡ്രസ്സിംഗ് ട്രോളി, കൗണ്ടർ, ടോപ്സ് ആർ ഓൾസോ ടു ബി കണ്ടാമിനേറ്റഡ്. ഈ ഇതിൽ നിന്നൊക്കെ മൈക്രോബ്സ് അതായത് ഈ സ്റ്റാഫിന്റെ വർക്കേഴ്സിൽ നിന്നും അതുപോലെ വിസിറ്റ് ചെയ്യുന്ന വിസിറ്റേഴ്സിന്റെ അടുത്ത് നിന്ന് ഈ സർഫസിൽ കൂടെ ഈ പേഷ്യന്റിലേക്ക് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ എന്ത് ചെയ്യണം? സോ കീപ് ദ സർഫസ് ഫ്രീ ഓഫ് മൈക്രോ ഓർഗാനിസംസ്. അതുകൊണ്ട് ഈ സർഫസുകളൊക്കെ ജേം ഫ്രീ ആക്കി മാറ്റണം. ഇനി നെക്സ്റ്റ് ഇത് ഇമ്പോർട്ടന്റ് ആണ്. ആ ടേബിൾ തന്നെയായിട്ട് പഠിച്ചു വെച്ചാൽ മതി നിങ്ങള്. ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി. അപ്പൊ ഈ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നവര് ആരൊക്കെയാണെന്ന് ചോദിക്കാം. ഓക്കെ, ഇൻഫെക്ഷൻ കമ്പോണന്റ് ഓഫ് ദ പേഷ്യന്റ് സേഫ്റ്റി പ്രോഗ്രാം for the healthcare facility
and is liable എന്ന് വെച്ചാൽ എന്താ ബാധ്യതയുണ്ട് ഉത്തരവാദിത്തമുണ്ട് for establishing and maintaining infection prevention and control. It's monitoring, reporting, research and education. Infection, ഈ നോസോകോമിയൽ ഇൻഫെക്ഷൻ പ്രിവെന്റ് ചെയ്യുന്നതിനും അത് കൺട്രോൾ ചെയ്യുന്നതിനും അത് നിരീക്ഷിക്കാനും റിപ്പോർട്ടിംഗ്, റിസർച്ച്, എഡ്യൂക്കേഷൻ ഇതൊക്കെ നിരീക്ഷിക്കുന്നതിനും ഈ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി ഒതുക്കിയ ബാധ്യതയുണ്ട്. അതിന്റെ ഉത്തരവാദിത്വമാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. ഇൻഫെക്ഷൻ പ്രിവെന്റ് ചെയ്യാനും അതിനെ കൺട്രോൾ ചെയ്യാനും അതിനെ മോണിറ്റർ ചെയ്യാൻ നിരീക്ഷിക്കാനും അത് റിപ്പോർട്ട് ചെയ്യാനും അതിനെക്കുറിച്ച് റിസർച്ച് നടത്താനും എഡ്യൂക്കേഷൻ നൽകാനും ഒക്കെ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിക്ക് എന്തുണ്ട് ഒരു ഉത്തരവാദിത്വം ഉണ്ട്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? പേഷ്യന്റ് സേഫ്റ്റി, പേഷ്യന്റിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിക്ക് ഈ പേഷ്യന്റ് സേഫ്റ്റി പ്രോഗ്രാമുകളൊക്കെ ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലൊക്കെ പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിക്കാനും ഒരു ഇതുണ്ട്. ഇൻഫെക്ഷൻ വരാതിരിക്കാൻ അതിനെക്കുറിച്ച് ആളുകൾക്കൊക്കെ അവയർനെസ് കൊടുക്കാനുള്ള പേഷ്യന്റ് സേഫ്റ്റി പ്രോഗ്രാം ഇതൊക്കെ ഇതിന്റെ ഒരു കമ്പോണന്റ് ആണ് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി എന്ന് പറയുന്നത്. ഇതിനകത്ത് ആരൊക്കെയാണ് ഈ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്? ഫസ്റ്റ് നോക്കാം, ചെയർപേഴ്സൺ, ഹെഡ് ആണ്. ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുടെ ഹെഡ് എന്ന് പറയുന്നത് ചെയർപേഴ്സൺ ആണ്, ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പൊ ചോദിക്കാം, ഹു ഈസ് ദ ഹെഡ് ഓഫ് ദ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി? ആരാ ഹെഡ് എന്ന് പറയുന്നത്? ആരാ ഹെഡ്? ആരാണ്? ചെയർപേഴ്സൺ ആണ്. ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിലെ ഹെഡ് എന്ന് പറയുന്നത് ചെയർപേഴ്സൺ. അപ്പൊ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന ആരൊക്കെയാന്ന് നോക്കിയേ. മെമ്പർ ചെയർപേഴ്സൺ വരുന്നുണ്ട്, പിന്നെ മെമ്പർ സെക്രട്ടറി, മെമ്പർ സെക്രട്ടറി വരുന്നുണ്ട്, പിന്നെ മെമ്പേഴ്സ് വരുന്നുണ്ട്, പ്രിവെന്റീവ് മെഡിക്കൽ ഫാക്കൽറ്റീസ്. മെഡിക്കൽ ഫാക്കൽറ്റീസ് എന്ന് വെച്ചാൽ അത് ഈ ഇതുമായിട്ട് ഈ മെഡിക്കൽ ഫാക്കൽറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ആളുകള്, റിലവന്റ് മെഡിക്കൽ ഫാക്കൽറ്റീസുകള്, പിന്നെ അതിന് സപ്പോർട്ട് ചെയ്യുന്ന സപ്പോർട്ട് സർവീസുകള്, ഇൻഫെക്ഷൻ കൺട്രോൾ നേഴ്സ്, ഇൻഫെക്ഷൻ കൺട്രോൾ ഓഫീസർ. ഇത്രയും ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്തതാണ്. ഇതൊരു പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഞാൻ ക്വസ്റ്റ്യൻ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്തത് ആരൊക്കെയാണുള്ളത് ക്വസ്റ്റ്യൻ പറയാം. ഓക്കെ, ഇതിനകത്ത് ഫുൾ ഫോം നിങ്ങൾ ചോദിച്ചിട്ടുണ്ട്. Which of the following is not included in infection control committee? അങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഇൻക്ലൂഡ് ചെയ്യാത്തത് ആരായിരുന്നു എന്നാണ് ചോദിച്ചിരുന്നത് കേട്ടോ. അപ്പൊ അതിനകത്ത് ആരൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എഴുതാലോ. അപ്പൊ അതുകൊണ്ട് അതൊരു പ്രീവിയസ് ഇയറിൽ ആ ഒരു ഭാഗത്തുനിന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് നോക്കാം. ചെയർപേഴ്സൺ ഉണ്ട്, മെമ്പർ സെക്രട്ടറി ഉണ്ട്, മെമ്പേഴ്സ് വരുന്നുണ്ട്, റിലവന്റ് മെഡിക്കൽ ഫാക്കൽറ്റീസ്, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന സപ്പോർട്ട് സർവീസുകള്, ഇൻഫെക്ഷൻ കൺട്രോൾ നേഴ്സ് വരുന്നുണ്ട്, ഇൻഫെക്ഷൻ കൺട്രോൾ ഓഫീസർ വരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഓരോന്ന് നോക്കാം. ഹെഡ് എന്ന് പറയുന്നത് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുടെ ഹെഡ് എന്ന് പറയുന്നത് ചെയർപേഴ്സൺ ആണ്. ഓക്കെ, ഇത് നോക്കിയാൽ നെക്സ്റ്റ് മെമ്പർ സെക്രട്ടറി. മെമ്പർ സെക്രട്ടറി എന്ന് പറയുന്ന ആരായിരിക്കണം? സീനിയർ മൈക്രോ ബയോളജിസ്റ്റ് ആണ്. സീനിയർ മൈക്രോ ബയോളജിസ്റ്റ് ആണ് ഈ മെമ്പർ സെക്രട്ടറി എന്ന് പറയുന്നത്. പിന്നെ അടുത്ത മെമ്പേഴ്സ്, റെപ്രസെന്റേഷൻ ഫ്രം മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേഷൻ. മാനേജ്മെന്റിനെയോ അഡ്മിനിസ്ട്രേഷനെയോ ഒക്കെ റെപ്രസെന്റ് ചെയ്യുന്ന ആളുകൾ, അവരാണ് മെമ്പേഴ്സുകൾ. ഓക്കെ, റെപ്രസെന്റേഷൻ ഫ്രം മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. മാനേജ്മെന്റ് ഓർ അഡ്മിനിസ്ട്രേഷൻ, മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തു നിന്നൊക്കെ റെപ്രസെന്റ് ചെയ്ത ആളുകള്. പിന്നെ റിലവന്റ്, അതിന് റിലവന്റ് ആയിട്ടുള്ള മെഡിക്കൽ ഫാക്കൽറ്റീസുകള്, അതിനോട് ബന്ധപ്പെട്ട് വരുന്ന ആളുകള്. പിന്നെ അടുത്ത നെക്സ്റ്റ് സപ്പോർട്ട് സർവീസുകള്.
ഏതൊക്കെയാണ് സപ്പോർട്ട് സർവീസ് നോക്കിയേ? OT, ഓപ്പറേഷൻ തിയേറ്റർ വരുന്നുണ്ട്. CSSD, എന്താ എക്സ്പാൻഡഡ് ഫോം? CSSD എക്സ്പാൻഡഡ് ഫോം പഠിച്ചല്ലേ? സെൻട്രൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് CSSD വരുന്നുണ്ട്. ഹൗസ് കീപ്പിംഗ് സർവീസുകൾ വരുന്നുണ്ട്. സാനിറ്റേഷൻ, എഞ്ചിനീയറിംഗ്, ഫാർമക്കോളജിസ്റ്റ്, സ്റ്റോർ ഓഫീസർ, മെറ്റീരിയൽ ഡിപ്പാർട്ട്മെന്റ്, ഇതൊക്കെ ഈ ഹൗസ് കീപ്പിംഗ് സർവീസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നവരാണ് കേട്ടോ. അപ്പൊ അതൊന്ന് നോക്കിക്കൊള്ളാം. ഹൗസ് കീപ്പിംഗ് സർവീസുകളിൽ വരുന്നത് ആരൊക്കെയാന്നുള്ളത്. നെക്സ്റ്റ് ഇൻഫെക്ഷൻ കൺട്രോൾ നേഴ്സ്, ഇൻഫെക്ഷൻ കൺട്രോൾ ഓഫീസർ. അപ്പൊ ഇത്രയും ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിൽ വരുന്നതാണ്. നെക്സ്റ്റ് നോക്കുന്നത് അത് ജസ്റ്റ് ഒന്ന് നോക്കി, എന്നിട്ട് അടുത്ത ഭാഗത്തേക്ക് പോകാം കേട്ടോ. ചാപ്റ്റർ കഴിയുകയാണെങ്കിൽ കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസും കൂടി നമുക്ക് ഇതിന് ഈ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്ത് എഴുതി വെക്കാം. ഓക്കെ, അടുത്ത പറഞ്ഞോട്ടെ. ജസ്റ്റ് ടേബിൾ ഒന്ന് നിങ്ങളൊന്ന് നോക്കിയാൽ മതി കേട്ടോ. അതിന്റെ ഡീറ്റെയിൽ ഒന്നും പഠിക്കാനില്ല. ആ ടേബിളിൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നവർ ആരൊക്കെയാണ് എന്ന് ചോദിക്കാം. പിന്നെ അത് ഹെഡ് ആരാണ് എന്ന് ചോദിക്കാം. പിന്നെ സപ്പോർട്ട് സർവീസിൽ വരുന്ന ഡിപ്പാർട്ട്മെന്റ്സുകൾ ഏതൊക്കെയാണ്. അപ്പൊ അതും കൂടി, അത് 3 കാര്യം കൂടി ഒന്ന് നോക്കി വെച്ചാൽ മതി. ആ ടേബിൾ അങ്ങനെ തന്നെ നോക്കിയാൽ മതി. ഇനി നെക്സ്റ്റ്, റോൾ ഓഫ് ദ ഇൻഫെക്ഷൻ കൺട്രോൾ ടീം. ഈ ഇൻഫെക്ഷൻ കൺട്രോൾ ടീമിന്റെ റോൾ എന്താണ്, അവരുടെ പങ്ക് എന്താണ്, അവരെന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇനി വരുന്നത്. നോക്കിയേ, ദ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാം ഈസ് ലേബിൾഡ് ഫോർ. അവരെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം നോക്കിയേ. ടു ഓവർസീ, കോർഡിനേറ്റ് ഓൾ ഇൻഫെക്ഷൻ കൺട്രോൾ ആക്ടിവിറ്റീസ് ടു എൻഷുർ ആൻ ഇഫക്റ്റീവ് പ്രോഗ്രാം. ടു ഓവർസീസ്, ഓവർസീ എന്ന മേൽനോട്ടം വയ്ക്കുക. കോർഡിനേറ്റ്, എല്ലാ കാര്യങ്ങളെ ഏകോപിപ്പിക്കുക, കോർഡിനേറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ ഓൾ ഇൻഫെക്ഷൻ കൺട്രോൾ ആക്ടിവിറ്റീസ്, എല്ലാ ഇൻഫെക്ഷൻ കൺട്രോൾ ആക്ടിവിറ്റീസിനെയും കോർഡിനേറ്റ് ചെയ്യുക, അതിനെ ഓവർസീസ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാ? ടു എൻഷുർ ആൻ ഇഫക്റ്റീവ് പ്രോഗ്രാം, ഫലപ്രദമായ ഒരു പ്രോഗ്രാം എൻഷുർ ചെയ്യാൻ, ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട്, ഫലപ്രദമായിട്ടുള്ള ഒരു പ്രോഗ്രാം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ഇൻഫെക്ഷൻ കൺട്രോൾ ആക്ടിവിറ്റീസിനെയൊക്കെ കോർഡിനേറ്റ് ചെയ്യുക, അതിനെ ഓവർസീസ് ചെയ്യുക. മേൽനോട്ടവും പിന്നെ അതുപോലെ തന്നെ അതിനെ ഏകോപിപ്പിക്കുക, കോർഡിനേറ്റ് ചെയ്യുക. രണ്ടാമത്തെ ഫംഗ്ഷൻ ആട്ടോ ഇൻഫെക്ഷൻ കൺട്രോൾ ടീമിന്റെ ഫംഗ്ഷൻസ് ആണ് ടു ഓവർസീസ്, കോർഡിനേറ്റ് ഓൾ ഇൻഫെക്ഷൻ കൺട്രോൾ ആക്ടിവിറ്റീസ് ടു എൻഷുർ ആൻ എഫക്റ്റീവ് പ്രോഗ്രാം. ഒരു ഫലപ്രദമായിട്ടുള്ള, ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള പ്രോഗ്രാം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ഇൻഫെക്ഷൻ കൺട്രോൾ ആക്ടിവിറ്റീസിനെ കോർഡിനേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ അതിനെ മേൽനോട്ടം, ഓവർസീസ്, മേൽനോട്ടം വഹിക്കുക. ഒന്നാമത്തെ പോയിന്റ് കിട്ടിയില്ലേ? ഓക്കെ, ഇനി രണ്ടാമത്തെ സെക്കൻഡ് പോയിന്റ് നോക്കിയേ. ഓർഗനൈസ് ആൻഡ് എപ്പിഡെമിയോളജിക്കൽ മോണിറ്ററിംഗ് പ്രോഗ്രാം ഫോർ നോസോകോമിയൽ ഇൻഫെക്ഷൻ. നോക്കിയേ, നെക്സ്റ്റ് വരുന്നത് ഓർഗനൈസ് ചെയ്യുക. എപ്പിഡെമിയോളജി, എപ്പിഡെമിയോളജി എന്ന് പറഞ്ഞാൽ സാംക്രമിക രോഗശാസ്ത്രം എന്ന് പറഞ്ഞ രോഗങ്ങളെ, ഡിസീസിനെ കുറിച്ച്, അതിന്റെ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചൊക്കെ പഠിക്കുന്നതാണ് എപ്പിഡെമിയോളജി, സാംക്രമിക രോഗശാസ്ത്രം. അതിനെയൊക്കെ ഓർഗനൈസ് ചെയ്യുക. മോണിറ്ററിംഗ് എപ്പിഡെമിയോളജിക്കൽ മോണിറ്ററിംഗ് പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുക. എന്തുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന? ഫോർ നോസോകോമിയൽ ഇൻഫെക്ഷൻ. നോസോകോമിയൽ ഇൻഫെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എപ്പിഡെമിയോളജിക്കൽ സാംക്രമിക രോഗശാസ്ത്രം, അതിനെ ബന്ധപ്പെട്ടുള്ള മോണിറ്ററിംഗ് പ്രോഗ്രാംസുകൾ ഓർഗനൈസ് ചെയ്യുക. അപ്പൊ അതിനകത്ത് ഒന്ന് എഴുതി വെച്ച ഒരു സെന്റൻസ്, എപ്പിഡെമിയോളജി.
That is epidemiology. The branch of medicine, epidemiology means the branch of medicine, which deals with the incidence, incidence, comma, distribution, incidence, comma, distribution, and possible, POSSIBLE, and possible control of disease, possible control of disease, and other factors, relating to health. The branch of medicine which deals with the incidence, distribution, and possible control of disease and other factors relating to health. അതാണ് എപ്പിഡെമിയോളജി എന്ന് പറയുന്നത്, സാംക്രമിക രോഗശാസ്ത്രം. അപ്പോ എപ്പിഡെമിയോളജിക്കൽ മോണിറ്ററിംഗ് പ്രോഗ്രാംസ് ഓർഗനൈസ് ചെയ്യുക. എന്തിനു വേണ്ടിയാ? ഫോർ നോസോകോമിയൽ ഇൻഫെക്ഷൻ. നോസോകോമിയൽ ഇൻഫെക്ഷന് അത് വരാതിരിക്കാനൊക്കെ ആയിട്ടുള്ള എപ്പിഡെമിയോളജിക്കൽ മോണിറ്ററിംഗ് പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുക. ഇനി നെക്സ്റ്റ് third point, participate with the pharmacy to develop a program, supervise the use of anti-infection drug. Next, okay, anti-infection drug, infection എതിരായിട്ടുള്ള anti-infection drugs ന്റെ യൂസ് സൂപ്പർവൈസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യുന്നതിന് ഫാർമസിയുമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. എന്താ പോയിന്റ് എന്നോട് നോക്കിയേ, പാർട്ടിസിപ്പേറ്റ് വിത്ത് ഫാർമസി, ഫാർമസി ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാ? ടു ഡെവലപ്പ് എ പ്രോഗ്രാം, സൂപ്പർവൈസ് ദ യൂസ് ഓഫ് ആന്റി-ഇൻഫെക്ഷൻ ഡ്രഗ്. ആന്റി-ഇൻഫെക്ഷൻ ഡ്രഗിന്റെ യൂസ് സൂപ്പർവൈസ് ചെയ്യുന്നതിന് ഒരു പ്രോഗ്രാം, ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫാർമസി ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. Next, fourth point നോക്കിയേ, make sure that patient care practice are appropriate to the level of patient risk. അടുത്ത പോയിന്റ് നോക്കിയേ, make sure that, നമ്മൾ എന്ത് ഉറപ്പാക്കണം, എന്താണ്? The patient care practice are appropriate to the level of patient risk. രോഗി പരിചരണ രീതികൾ, രോഗികളെ കെയർ ചെയ്യുന്ന പേഷ്യന്റ് കെയർ പ്രാക്ടീസ്, രോഗി പരിചരണ രീതികളൊക്കെ പേഷ്യന്റിന്റെ അപകട സാധ്യത, അതിന്റെ റിസ്ക്, ലെവൽ ഓഫ് പേഷ്യന്റ് റിസ്കിന്റെ നിലവാരത്തിന് അനുയോജ്യമാണെന്ന് ഉറപ്പാക്കുക. എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഇങ്ങനെയുള്ള പേഷ്യന്റ് കെയർ പ്രോഗ്രാംസ് ഒക്കെ സംഘടിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ സംഘടിപ്പിച്ചു കഴിയുമ്പോൾ അതനുസരിച്ച് ഈ നോസോകോമിയൽ ഇൻഫെക്ഷൻ വരുന്ന ആ റിസ്ക്, ആ പേഷ്യന്റിനെ അത് അഫക്ട് ചെയ്യുന്ന റിസ്ക് അതിനനുസരിച്ച് കുറയണമല്ലോ. നമ്മൾ അവയർനെസ് ആകുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് എന്ത് ചെയ്യും? അതിന് നമ്മൾ കുറച്ചും കൂടി കെയർ കൊടുക്കും. അപ്പൊ നമുക്ക് അങ്ങനെ എന്താ ഇൻഫെക്ഷൻ വരാനുള്ള റിസ്ക് കുറയുക ചെയ്യുന്നത്. ലെവൽ ഓഫ് പേഷ്യന്റ് റിസ്കിന് അനുയോജ്യമാണ്. അപ്പൊ ഇത്രയും പ്രോഗ്രാംസുകള്, പേഷ്യന്റ് കെയർ പ്രാക്ടീസ്, ഈ പ്രോഗ്രാമുകളൊക്കെ നടത്തിയിട്ട് അത് എന്താണ് ബെനിഫിറ്റഡ് ആവണമെങ്കിൽ പേഷ്യന്റിന് ഇത് കുറയണം, നോസോകോമിയൽ ഇൻഫെക്ഷൻ കുറയണം. ആർക്കും ആ വരുന്ന ഇപ്പൊ നമ്മള് പ്രാക്ടീസ് ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിച്ചിട്ട് ഈ പേഷ്യന്റ് കെയർ പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ട് അതിനു മുന്നേ നമുക്കിപ്പോ ഒരു 100 പേര് എടുത്തു കഴിഞ്ഞാൽ അതിൽ 70 പേർക്ക് ഇൻഫെക്ഷൻ വരുന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പേഷ്യന്റ് കെയർ പ്രാക്ടീസ്, രോഗി പരിചരണ രീതികള് അതൊക്കെ മാറ്റി നമ്മൾ ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് ഒക്കെ ഡെവലപ്പ് ചെയ്തോടുകൂടി അതിന്റെ പിന്നെ നമ്മൾ നോക്കുമ്പോൾ അതൊരു 25% ഉള്ളൂ എങ്കിൽ നമ്മൾ അത് ചെയ്യുന്നതിന് പോസിറ്റീവാണ് അല്ലെ, അതിന് കറക്റ്റ് ആയിട്ടുള്ള ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. അപ്പൊ ഈ പേഷ്യന്റ് കെയർ പ്രാക്ടീസ് ഈ അപ്രോപ്രിയേറ്റ് ടു ദ ലെവൽ ഓഫ് പേഷ്യന്റ് റിസ്കിന്
നോസോകോമിയൽ ഇൻഫെക്ഷൻ വരുന്ന ആ പേഷ്യന്റിന്റെ അതിന് നമ്മൾ അനുപാതമായിരിക്കണം. അപ്പൊ അതായത് ഇങ്ങനെയുള്ള പ്രോഗ്രാം കൊടുക്കുമ്പോൾ അങ്ങനെ ഉള്ള ഇൻഫെക്ഷൻ കുറവായിരിക്കണം. അതാ ഉദ്ദേശിക്കുന്നത് കേട്ടോ. Make sure that patient care practice are appropriate to the level of patient risk. Patient care practice പേഷ്യന്റിന്റെ അപകട സാധ്യതയുടെ നിലവാരത്തിന് അനുയോജ്യമാണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക. Make sure ഉറപ്പാക്കുക. അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോൾ ഇൻഫെക്ഷൻ കുറയണം. നോസോകോമിയൽ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത് കുറയണം. അതാണ് ഉദ്ദേശിക്കുന്നത്. Next, fifth point, check the efficiency of methods of disinfection and sterilization and the efficiency of system. Okay, check the efficiency. Efficiency എന്ന് പറഞ്ഞാൽ കാര്യക്ഷമത of the method of disinfection and sterilization. Disinfection ചെയ്യണതിന്റെയും sterilization ചെയ്യണതിന്റെയും ആ മെത്തേഡിന്റെ എഫിഷ്യൻസി, ആ മെത്തേഡ് ഓഫ് എഫിഷ്യൻസി ചെക്ക് ചെയ്യണം. അതിന്റെ ഗുണനിലവാരം, കാര്യക്ഷമത ഉറപ്പുവരുത്തണം. ആൻഡ് ദ എഫിഷ്യൻസി ഓഫ് സിസ്റ്റം, ആ സിസ്റ്റത്തിന്റെയും എഫിഷ്യൻസി നമ്മൾ കണക്കാക്കണം, ചെക്ക് ചെയ്യണം. അത് ഉദ്ദേശിക്കുന്നത്. സ്റ്റെറിലൈസേഷൻ അല്ലെങ്കിൽ ഡിസിൻഫെക്ഷൻ മെത്തേഡിന്റെ എഫിഷ്യൻസിയും ചെക്ക് ചെയ്യണം. ആ സിസ്റ്റത്തിന്റെ എന്ത് ചെയ്യണം, എഫിഷ്യൻസിയും ചെക്ക് ചെയ്യണം. രണ്ടും കൂടി ചേർത്താ പറഞ്ഞേക്കണേ. Check the efficiency of the method of disinfection and sterilization and efficiency of system. Method of disinfection and sterilization efficiency check ചെയ്യണം. Efficiency of systemത്തിന്റെ efficiency check ചെയ്യണം. പിന്നെ നെക്സ്റ്റ് പറഞ്ഞേക്കുന്നത് സിക്സ്ത് പോയിന്റ്, ഡെവലപ്പ് ടു എൻഹാൻസ് hospital cleanliness, taking part in the development and the provision of teaching program for the medical, nursing and associated health personnel as well as other categories of staff. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? Develop to enhance hospital cleanliness, taking part in the development and the provision of teaching program. ടീച്ചിങ് പ്രോഗ്രാമിന്റെ ഒരു ഭാഗമാക്കണം ഈ ഹോസ്പിറ്റൽ ക്ലീൻനെസ് എന്നുള്ളത്. അപ്പൊ അവരുടെ ടീച്ചിങ് പ്രോഗ്രാമിൽ ഇതും കൂടിയും ഉൾപ്പെടുത്തണം. ക്ലീൻനെസ് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാന്നുള്ള കാര്യങ്ങളും അതും കൂടിയും അവര് ടീച്ചിങ് പ്രോഗ്രാമില് അതും കൂടി അവർക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്തണം. അതിനെക്കുറിച്ചും കൂടി അവർക്കൊരു അവയർനെസ് കൊടുക്കണം. അതിന്റെ പ്രൊവിഷൻ ഓഫ് ടീച്ചിങ് പ്രോഗ്രാം അതിന്റെ ഒരു അതിന്റെ ഒരു ഭാഗമാക്കി മാറ്റണം ഹോസ്പിറ്റൽ ക്ലീൻനെസ്. മനസ്സിലായോ? ടീച്ചിങ് പ്രോഗ്രാമിന്റെ ഒരു ഭാഗമാക്കി മാറ്റണം ഹോസ്പിറ്റൽ ക്ലീൻനെസ്. അപ്പൊ അത് ക്ലീൻനെസിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരണം. അതാ ഉദ്ദേശിക്കുന്നത്. ആർക്കിടെയൊക്കെയാ? ഫോർ മെഡിക്കൽ സ്റ്റുഡൻസിന്റെ, നഴ്സിംഗ് ആൻഡ് അസോസിയേറ്റഡ് ഹെൽത്ത് പ്രൊഫഷണൽ, അവർക്കിടെയൊക്കെ ടീച്ചിങ് പ്രോഗ്രാമിന്റെ ഒരു ഭാഗമാക്കണം ഹോസ്പിറ്റൽ ക്ലീൻനെസ്. Okay, as well as other categories of staff. മറ്റുള്ള കാറ്റഗറിപ്പെട്ട സ്റ്റാഫുകളുടെ, മെഡിക്കൽ സ്റ്റുഡൻസിന്റെ, നേഴ്സിംഗ് ആൻഡ് അസോസിയേറ്റഡ് ഹെൽത്ത് പ്രൊഫഷണൽസിന്റെ ഒക്കെ ടീച്ചിങ് പ്രോഗ്രാമിന്റെ ഒരു ഭാഗമാക്കി മാറ്റണം ഹോസ്പിറ്റൽ ക്ലീൻനെസ്. അപ്പൊ അവരുടെ പഠനത്തിൽ ഇതും കൂടി ഉൾപ്പെടുത്തണം എന്നാ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവർക്ക് കുറച്ചുകൂടി അവയർനെസ് കിട്ടും. അതനുസരിച്ച് അവര് മറ്റുള്ളവർക്ക് അവയർനെസ് കൊടുക്കുകയും അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും അതനുസരിച്ചുള്ള കാര്യങ്ങൾ അവർ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഇൻഫെക്ഷൻ, നോസോകോമിയൽ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത് എന്ത് ചെയ്യാൻ പറ്റും? തടയാൻ പറ്റും. ഓക്കെ, അപ്പൊ അതങ്ങനെ ആ ടീച്ചിങ് പ്രോഗ്രാമിന്റെ ഒരു ഭാഗമാക്കി മാറ്റണം ഹോസ്പിറ്റൽ ക്ലീൻനെസ്. നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ് പറഞ്ഞേക്കുന്ന പ്രൊവൈഡ് എക്സ്പേർട്ട് അനാലിസിസ് ആൻഡ് ലീഡർഷിപ്പ് അസിസ്റ്റൻസ് ഫോർ സ്മോളർ ഇൻസ്റ്റിറ്റ്യൂഷൻ. സ്മോളർ ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾ, ചെറിയ ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾക്ക് വിദഗ്ധമായിട്ടുള്ള വിശകലനവും അതുപോലെ തന്നെ അവർക്ക് ലീഡർഷിപ്പ്, നേതൃത്വ സഹായവും നൽകുക. ലീഡർഷിപ്പ് അസിസ്റ്റൻസ് അവർക്ക് വേണ്ട ചെറിയ കാര്യങ്ങളിലൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. സ്മോളർ ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾ ഈ നോസോകോമിയൽ ഇൻഫെക്ഷനും ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളിലൊക്കെ ഒന്ന് അവരെ ഒന്ന് ഒരു അസിസ്റ്റൻസ്, നേതൃത്വ സഹായം, ലീഡർഷിപ്പ് അസിസ്റ്റൻസ് കൊടുക്കുക. ഓക്കെ, അപ്പൊ 7 പോയിന്റ്സ് ആണ് അതിനകത്ത് പറഞ്ഞേക്കുന്നത്. ഇതെല്ലാം ഏതാണ്? റോൾ ഓഫ് ഇൻഫെക്ഷൻ കൺട്രോൾ ടീം, അവരുടെ റോളാണ് ഈ പറഞ്ഞേക്കുന്നത്. ഒന്ന് വേഗം ഒന്ന് വായിച്ചു നോക്കി. 7 പോയിന്റ് ഉണ്ട്. ഏതെങ്കിലും പോയിന്റ് കിട്ടാത്തുണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചോട്ടോ. ഞാൻ എന്നിട്ട് ഒന്ന് വായിപ്പിക്കാൻ. 3 പേരല്ലേ ഉള്ള, 2 പോയിന്റ് വീതം വായിക്കാൻ.
അശ്വതി ഒന്ന് ഫസ്റ്റ് 2 പോയിന്റ് വായിക്കോ? അശ്വതി കുട്ടി ഫസ്റ്റ് 2 പോയിന്റ് ഒന്ന് വായിക്കാമോ? To oversee coordinate all infection control activities to ensure an effective program. Organize an epidemiological monitoring program. Infection. Nosocomial infection. Next ആരാ? ഇനി ആരാ? അപർണ കേറിയിട്ടുണ്ട് അല്ലെ? അപർണ അടുത്ത 2 പോയിന്റ് ഒന്ന് വായിച്ചേ. Participate with the pharmacy to develop a program, supervise the use of anti-infection drugs. Make sure that patient care practices are applicable to the level of patient risk. Patient care practice ആ patient risk ന്റെ ലെവലിന് അനുയോജ്യമാണ്. അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ patient പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ആ പേഷ്യന്റിന് ഈ ഇൻഫെക്ഷൻ വരുന്ന ആ റിസ്ക് അത് എങ്ങനെയായിരിക്കണം? കുറവായിരിക്കണം. അതുകൊണ്ട് എത്രത്തോളം കെയർ കാര്യങ്ങൾ ചെയ്യുന്നു അതിനനുസരിച്ച് ഈ രോഗം നോസോകോമിയൽ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാനുള്ള ആ പേഷ്യന്റ് റിസ്ക് അത് കുറവായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ആരാ ഇനിയുള്ളത്? നെക്സ്റ്റ് പ്രതീക്ഷ ഒന്ന് വായിച്ചേ. പ്രതീക്ഷ 5th പോയിന്റ്. Okay. Check the efficiency of the methods of disinfection and sterilization and efficiency of systems. Okay, method of disinfection and sterilization efficiency check ചെയ്യണം. Efficiency of system ന്റെ efficiency check ചെയ്യണം. Okay, next 6th point. Developed to enhance hospital cleanliness, taking part in development and provisions of teaching program for the medical, nursing and associated health personnel, as well as other categories of staff. Medical, nursing, associated health professionals, അത് മറ്റുള്ള സ്റ്റാഫുകളുടെ ഇവർക്കുടെയൊക്കെ ടീച്ചിങ് പ്രോഗ്രാമിന്റെ ഒരു ഭാഗമാക്കി മാറ്റണം ഹോസ്പിറ്റൽ ക്ലീൻനെസ് എന്ന് പറയുന്നത്. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് കൂടി ഒന്ന് വായിച്ചോട്ടോ. 7th പോയിന്റ്. Okay. Provide expert analysis and leadership assistance for smaller institutions. Smaller institutionകൾക്ക് ഒരു ലീഡർഷിപ്പ് അസിസ്റ്റൻസ് ഒക്കെ കൊടുക്കുക. എക്സ്പേർട്ട് അനാലിസിസിനെ പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ സ്മോളർ ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾക്ക് ഒരു ലീഡർഷിപ്പ് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക. ഇതൊക്കെ ഇൻഫെക്ഷൻ കൺട്രോൾ ടീമിന്റെ പങ്കാണ്, അവരുടെ റോളിൽ വരുന്ന കാര്യങ്ങളാണ്. ലാസ്റ്റ് ഒരു പോർഷൻ കൂടെ ഉള്ളൂ, ഹാൻഡ് വാഷിംഗ് സ്റ്റെപ്സ്. കഴിഞ്ഞ ബാച്ചിലെ കുട്ടികൾക്ക് ഞാൻ ഇതൊക്കെ കാണിച്ചായിരുന്നു. അപ്പൊ ജസ്റ്റ് ഞാൻ പറഞ്ഞു എല്ലാവരോടും വീഡിയോ ഒന്ന് ഓൺ ആക്കി വെക്കുക. ജസ്റ്റ് നമുക്ക് ഇതുപോലെ ഇതനുസരിച്ച് കുറച്ച് ഇതൊക്കെ നമുക്ക് അതിനകത്ത് താഴെ കണ്ടാവും. ഇതൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. കൊറോണ ടൈമിലൊക്കെ നമ്മൾ ഹാൻഡ് വാഷിങ്ങിനൊക്കെ വളരെ ശ്രദ്ധ കൊടുത്തിരുന്ന ഒരു സമയമല്ലേ? അല്ലെങ്കിൽ നമ്മൾ വെറുതെ ടാപ്പ് തുറന്ന് വെറുതെ വെള്ളം ഒഴിച്ച് കഴുകിയിട്ട് പോകും. പക്ഷെ ഈ കൊറോണ ഇതൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ടിവിയിലൊക്കെ ആണെങ്കിൽ എപ്പോഴും കാണിക്കായിരുന്നു ഹാൻഡ് വാഷിംഗ് സ്റ്റെപ്സുകൾ. ഇങ്ങനെ ഹാൻഡ് വാഷ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞത്. അങ്ങനെ കുറച്ച് സ്റ്റെപ്സ് ആണ്. ഇതിന് ക്വസ്റ്റ്യൻ ഒന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ഒന്ന് വായിച്ച് ആ സ്റ്റെപ്സ് മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് പറഞ്ഞു പോകും. ഓക്കെ, ഒന്ന് ജസ്റ്റ് എല്ലാവരും ഒന്ന് വീഡിയോ ഓൺ ആക്കി വെക്കോ. ഓക്കെ, അപർണ കുട്ടി. നെക്സ്റ്റ് അശ്വിനി. ഓക്കെ, നിങ്ങളുടെ ക്ലാസ്സിലെ ഫുള്ള് മേക്കപ്പിലൊക്കെയാണല്ലോ. നെക്സ്റ്റ് പ്രതീക്ഷയുടെ. പ്രതീഷ്. Ma'am, ഞാൻ താഴെ ഇരിക്കുന്ന ലൈക്ക് ബെഡിലാണ് ഇരിക്കുന്നത്. സോ ഐ ഡോണ്ട് വാണ്ട് ടു. എന്താണ് പ്രതീക്ഷ? അല്ല മാം, ഞാൻ താഴെയാണ് ഇരിക്കുന്നത്. സോ ഐ ഡോണ്ട് വാണ്ട് ടു ലൈക്ക് ഇത് ഓപ്പൺ ചെയ്യണോ? വേണ്ടല്ലോ, റെക്കോർഡിംഗ് അല്ലേ. ഓക്കെ, താഴെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഓക്കെ. പ്രതീക്ഷ ഇപ്പൊ അപ്പൊ അടുത്ത ദിവസം പ്രതീക്ഷ നല്ല റെഡി ആയിട്ട് വന്നൊക്കെ എല്ലാവരും ഒന്ന് കാണിക്കാം. അല്ല മാം, കുറച്ച് ലൈക്ക് ആക്സിഡന്റ് ആയതുകൊണ്ട് ഞാൻ ഇപ്പൊ താഴെ ഇരിക്കുന്നത്. എനിക്ക് മേളിൽ ഇരിക്കാൻ പറ്റത്തില്ല. ഓക്കെ, പ്രശ്നമില്ല. ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇനി ഇത് വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ ചോദിക്കുന്ന ഒരു ഏരിയ അല്ല. ജസ്റ്റ് എന്തൊക്കെയാണ് സ്റ്റെപ്സ് അത് മാത്രം നോക്കാം. ഓക്കെ, ഫസ്റ്റ് നോക്കി ഹാൻഡ് വാഷിംഗ് സ്റ്റെപ്സ്. adequate amount of solution to take in your hands. സൊല്യൂഷൻ ഏതാണെങ്കിലും നമ്മൾ വാഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലിക്വിഡ് അതാണ് എടുത്തേക്കുന്നത്. അത് നിങ്ങൾ ആ പിക്ചർ ഒന്ന് നോക്കിയേ. സെക്കൻഡ് പിക്ചർ കണ്ടോ? അതിനകത്ത് അപ്ലൈ ഇനഫ് സോപ്പ് ടു കവർ ഓൾ ദ ഹാൻഡ് സർഫേസ്. നമ്മൾ ആദ്യം സൊല്യൂഷൻ നമ്മുടെ ഹാൻഡിൽ എടുക്കുക. സോപ്പ് സൊല്യൂഷൻ ഏതാന്ന് വെച്ചാൽ അത് എടുക്കുക.
ഇനി സെക്കൻഡ് പോയിന്റ് നോക്കിയേ, റബ് പാം ടു പാം വിത്ത് ഫിംഗേഴ്സ് ഇന്റർലോക്ഡ്. അത് നാലാമത്തെ ആണ് കേട്ടോ. നിങ്ങൾ ഇതിനകത്ത് നോക്കിയേ, ആ പിക്ചർ തന്നേക്കുന്ന ജസ്റ്റ് ഒന്ന് ഓർഡർ തെറ്റിച്ചൊക്കെ കിടക്കുന്നത്. അപ്പൊ നാലാമത്തെ പിക്ചറിലാണ് കാണിച്ചേക്കുന്നത് പാം ടു പാം വിത്ത് ഫിംഗർ ഇന്റർലോക്ഡ്. എങ്ങനെയാ പാം ടു പാം വിത്ത് ഫിംഗർ ഇന്റർലോക്ഡ് എങ്ങനെ കഴിയണേ? ഇങ്ങനെ ചെയ്യാം. പാം ടു പാം ഫിംഗേഴ്സ് ഇന്റർലോക്ക് ചെയ്യുന്ന രീതിയിൽ സൊല്യൂഷൻ എടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ നമ്മൾ കഴുകാറില്ലേ? ആര് കഴുകാ അല്ലേ? ആര് കഴുകാൻ ഇങ്ങനെയൊക്കെ വെറുതെ ടാപ്പ് വെറുതെ ജസ്റ്റ് ഇങ്ങനെ കഴുകിണ്ടാവുന്നു. ഇത്രേ ഉള്ളൂ. ഓക്കെ, രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് ഹാൻഡ് വാഷിംഗ് സ്റ്റെപ്പായിട്ട് തന്നേക്കുന്നതാണ്. ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മള് എത്ര പേര് ഇങ്ങനെയൊക്കെ ഫോളോ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല അല്ലെ? ഓക്കെ, റബ് ടു പാം വിത്ത് ഫിംഗേഴ്സ് ഇന്റർലോക്ക് ചെയ്യുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ റബ് ചെയ്യുക. ഓക്കെ, അവർക്ക് നന്നായിട്ട് ചെയ്യുന്നുണ്ട് അവിടെ ഇരുന്ന്. അശ്വിനി ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എല്ലാവരെയും കൊണ്ട് ചെയ്യിപ്പിച്ചാട്ടോ. എല്ലാ കുട്ടികളും നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എല്ലാവരും എന്നെ ചെയ്ത് കാണിച്ചതാണ്. നെക്സ്റ്റ് നോക്കിയേ, തേർഡ് പോയിന്റ് എന്താ പറഞ്ഞേക്കുന്നത്? ബാക്ക് ഓഫ് ഫിംഗേഴ്സ് ടു ഓപ്പോസിംഗ് പാം വിത്ത് ഇന്റർലോക്ക്. എങ്ങനെയാണ്? ബാക്ക് ഓഫ് ദ ഫിംഗേഴ്സ്. ഇത് നോക്കി, ഇതിനകത്ത് ബാക്ക് ഓഫ് ദ, അതിനകത്ത് അഞ്ചാമത്തെ പിക്ചർ ആണ്. ഓക്കെ, ഇങ്ങനെ തന്നെ ബാക്ക് ഓഫ് ഫിംഗേഴ്സ് ടു ഓപ്പോസിംഗ് പാം വിത്ത് ഫിംഗേഴ്സ് ഇന്റർലോക്ക്. ഫിംഗേഴ്സ് ഇന്റർലോക്ക് ചെയ്യുന്ന രീതിയിൽ നമ്മൾ നേരെ ഈ രീതിയുടെ പൊസിഷനിൽ ഇങ്ങനെ രണ്ട് ഇതാണെങ്കിലും പിടിച്ച് നമുക്കൊന്ന് കൈകാട്ടും. ഓക്കെ, തേർഡ് സ്റ്റെപ്പാണ് അതിനകത്ത് പറയുന്നത്. ഇനി അടുത്ത് നോക്കിയാൽ റൊട്ടേഷണൽ, ഫോർത്ത് പോയിന്റ്, റൊട്ടേഷണൽ റബ്ബിംഗ് ഓഫ് റൈറ്റ് തമ്പ് ഗ്രിപ്ഡ് വിത്ത് ദ ലെഫ്റ്റ് തമ്പ് ആൻഡ് വൈസ് വേഴ്സ. ഇവിടെ നോക്കിയേ, അത് നിങ്ങൾക്ക് കാണിച്ചേക്കുന്നത് സിക്സ്ത് പിക്ചർ ആട്ടോ. നോക്കിയാ, റൊട്ടേഷണൽ, നമ്മൾ ഈ കൈ പിടിച്ചിട്ട് ഈ തമ്പ് ഇങ്ങനെ മുറുകി പിടിക്കുന്ന രീതിയിൽ ജസ്റ്റ് നമ്മൾ ഇങ്ങനെ ഒന്ന് റബ്ബ് ചെയ്യുക. അതേപോലെ നമ്മുടെ റൈറ്റ് തമ്പിന് ലെഫ്റ്റ് തമ്പ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിൽ രണ്ട് പൊസിഷനിലും അത് ചെയ്യാം. ഓക്കെ, ഈ തമ്പിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഈ തമ്പ് നമ്മൾ ചെയ്യുക. കാരണം ഇത് സിക്സ്ത് ആണ് കേട്ടോ നിങ്ങളുടെ ഇതിനകത്ത് കാണിച്ചത്. റൊട്ടേഷണൽ റബ്ബിംഗ് വിത്ത് ഓഫ് ലെഫ്റ്റ് തമ്പ് ക്ലാസ്ഡ് വിത്ത് റൈറ്റ് തമ്പ് ആൻഡ് വൈസ് വേഴ്സ. അതുപോലെ മറ്റേതും ഇതേ പൊസിഷനിൽ തന്നെ ചെയ്യാം. ഇനി നെക്സ്റ്റ് ഫിഫ്ത് പറഞ്ഞേക്കണ റൊട്ടേഷണൽ റബ്ബിംഗ് ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ് വിത്ത് ക്ലാസ്ഡ് ഫിംഗർ ഓഫ് റൈറ്റ്. അഞ്ചാമത്തെ. അടുത്ത നെക്സ്റ്റ് നോക്കിയേ, റൊട്ടേഷണൽ റബ്ബിംഗ്. ഈ കൈ ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് ഇങ്ങനെ നമ്മൾ ഇതിന്റെ ഉള്ളില് ഒന്ന് റൊട്ടേഷണൽ റബ്ബിംഗ് ചെയ്യുക. ഓക്കെ, അതുപോലെ നെക്സ്റ്റ് ഇതിനകത്ത് റൈറ്റും ലെഫ്റ്റും നമ്മൾ അങ്ങനെ മാറി മാറി ചെയ്യുക. അത് ഏഴാമത്തെ പിക്ചറിലാണ് കാണിച്ചേക്കുന്നത് കേട്ടോ. നമ്മൾ ഇവിടെ കൊടുത്തേക്കുന്ന ഹാൻഡ് വാഷിംഗ് സ്റ്റെപ്സിന്റെ ഓർഡർ അനുസരിച്ചിട്ടല്ല ഈ താഴെ ഈ പിക്ചേഴ്സ് കൊടുത്തേക്കുന്നത്. അതാണ് ഞാൻ പറയുന്നത്. ഇവിടെ സെവൻത് പോയിന്റിലാണ് നമ്മളിവിടെ അഞ്ചാമത്തെ ഇത് വരുന്നത് കേട്ടോ. റൊട്ടേഷണൽ റബ്ബിംഗ് ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ് വിത്ത് ക്ലാസ്ഡ് ഫിംഗേഴ്സ് ഓഫ് റൈറ്റ് ഹാൻഡ് ഇൻ ലെഫ്റ്റ് പാം ആൻഡ് കോൺട്രവൈസ്. അതേപോലെ തന്നെ മറ്റതും ചെയ്യുക. ഇനി നെക്സ്റ്റ് സിക്സ്ത് പറഞ്ഞേക്കുന്നത് ബോത്ത് റെസ്റ്റ് റൊട്ടേഷൻ. രണ്ട് കൈത്തണ്ടുകളും റെസ്റ്റ് എന്ന് വെച്ചാൽ കൈത്തണ്ടകളും എന്താ ചെയ്യാ റൊട്ടേഷനലി കൊടുക്കുക. അത് ആറാമത്തെ ഇവിടെ കാണിച്ചേക്കുന്നത് 5. ഓക്കെ, അതിന്റെ ഇതിനകത്ത് ഇവിടെ കാണിച്ചിരുന്നില്ല. ബോത്ത് ബ്രസ്റ്റ്, രണ്ട് കൈത്തണ്ടകളും റൊട്ടേഷൻ ആയിട്ട് കഴുകുക. ഓക്കെ, അത്രേ പറഞ്ഞിട്ടുള്ളൂ അതിനകത്ത്. ഇനി നെക്സ്റ്റ് പറഞ്ഞേക്കുന്നത് 7th, റബ് നെയിൽസ് ബൈ യൂസിങ് എ സോഫ്റ്റ് ബ്രഷ്. ഇനി നെയിലുകൾ, നമ്മുടെ നഖങ്ങളൊക്കെ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷും കൊണ്ട് നെയിൽസ് അഴുകളൊക്കെ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്യുക. നെക്സ്റ്റ്, വാഷ് ഹാൻഡ്സ് പ്രോപ്പർലി. നെക്സ്റ്റ് തന്നേക്കുന്നത് 8ാമത്തെ ഇതിനകത്ത് റിൻസ് ഹാൻഡിട്ട് വാട്ടർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കഴുകുക. നെക്സ്റ്റ് നോക്കിയപ്പോ എല്ലാം പല രീതിയിൽ നമ്മൾ കഴുകിയൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ആ കൈ പിടിച്ച് ടാപ്പ് ഓഫ് ആക്കിയ നമ്മൾ കൈ കഴുകിയതിനുള്ള പ്രയോജനം ഉണ്ടോ? ഇല്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ക്ലോസ് വാട്ടർ ടബ്സ് വിത്ത് ദ എൽബോ. നമ്മുടെ കൈമുട്ട് കൊണ്ട് തന്നെ പതുക്കെ ഇങ്ങനെ ടാപ്പ് ക്ലോസ് ചെയ്യുക. ആൻഡ് ഡ്രൈ ഹാൻഡ്സ് thoroughly. എന്നിട്ട് എന്ത് ചെയ്യണം? നന്നായിട്ട് ഹാൻഡ് ഡ്രൈ ആക്കുക. ടവലോ കർച്ചീഫൊക്കെ യൂസ് ചെയ്തിട്ട് ഡ്രൈ ആക്കി വെക്കുക. ഇത്രയുള്ള പോയിന്റ്സുകളും. അതിൽ നിന്ന് വേറെ ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കില്ല. ഹാൻഡ് വാഷിംഗ് സ്റ്റെപ്സ് ജസ്റ്റ് നിങ്ങളൊന്ന് ഒരു ആക്ടിവിറ്റി എന്നുള്ള നിലയിൽ, ഒരു പ്രാക്ടിക്കൽ എന്ന നിലയിൽ ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തന്നുള്ളൂ.
അപ്പൊ അതുകൊണ്ടാണ് ഇതൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക. ഇനി വായിക്കേണ്ട ആവശ്യമില്ലല്ലോ, കുഴപ്പമില്ല, ജസ്റ്റ് എളുപ്പമല്ലേ. ആ പിക്ചർ കൂടി ഒന്ന് നോക്കുക കേട്ടോ. ഇതിനകത്ത് വെറ്റ് ഹാൻഡ്സ് വിത്ത് വാട്ടർ, അതാണ് നമ്മള് വെള്ളം ഉപയോഗിച്ച് കൈ നനയ്ക്കുക. ഈ പിക്ചറാട്ടാ ഞാൻ പറയുന്നത്, പിക്ചറിലുള്ളതാണ് പറയുന്നത്. വെറ്റ് ഹാൻഡ്സ് വിത്ത് വാട്ടർ നനയ്ക്കുക. അപ്ലൈ ഇനഫ് സോപ്പ് ടു കവർ ഓൾ ഹാൻഡ് സർഫസ്, സോപ്പ് വെച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുക. റബ്ബ് ഹാൻഡ് പാം ടു പാം റബ്ബ് ചെയ്യുക. പിന്നെ അത് റൈറ്റ് പാം ഓവർ ലെഫ്റ്റ് ഡോസം വിത്ത് ഡോസം എന്ന് വെച്ചാൽ പുറം ഭാഗമാണ് കേട്ടോ. ഇങ്ങനെ പുറം ഇരിക്കുമ്പോ ഈ കൈ പുറം വിത്ത് ഇന്റർലേസ്ഡ് ഫിംഗേഴ്സ് ആൻഡ് വൈസ് വേഴ്സ. ഇങ്ങനെ ക്ലോസ് ചെയ്ത് പിടിച്ചിട്ട് ഇങ്ങനെ പുറം ഭാഗം ഇങ്ങനെ ഇതാക്കി വെച്ചിട്ട്, പിന്നെ പാം ടു പാം വിത്ത് ഫിംഗേഴ്സ് ഇന്റർലോക്ക്ഡ്, തമ്മിൽ പിണയുന്ന രീതിയിൽ നമ്മള് ഇതേ രീതിയിൽ ഇങ്ങനെ ഫേസ് ഇത് വരുന്ന രീതിയിൽ ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ നെക്സ്റ്റ് ബാക്ക് ഓഫ് ഫിംഗേഴ്സ് ടു ഓപ്പോസിംഗ് പാം വിത്ത് ഫിംഗേഴ്സ് ഇന്റർലോക്ക്ഡ്, അത് നമ്മൾ പറഞ്ഞതാണ്. പിന്നെ റൊട്ടേഷണൽ റബ്ബിംഗ്, ലെഫ്റ്റ് തമ്പ് റൈറ്റ് തമ്പ് മാറി മാറി രണ്ട് കൈയുടെ ഇങ്ങനെ ചെയ്യുക, റൊട്ടേറ്റ് ചെയ്യുക. പിന്നെ റൊട്ടേഷണൽ റബ്ബിംഗ് ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ് വിത്ത് ക്ലാംസ്ഡ് ഫിംഗേഴ്സ് ഇങ്ങനെ ഇതാക്കുന്ന രീതിയിൽ ക്ലോസ് ചെയ്തിട്ട് ഇങ്ങനെ രണ്ട് ഹാൻഡ് റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, റിൻസ് ഹാൻഡ് വിത്ത് വാട്ടർ, റിൻസ് ചെയ്യുക, വെള്ളം ഒഴിച്ച് കഴുകുക. പിന്നെ ഡ്രൈ വിത്ത് സിംഗിൾ ട്രൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. യൂസ് ടവൽ ടു ടേൺ ഓഫ് ദ സോഫ്റ്റ്വെയർ, ടാപ്പ് ഓഫ് ചെയ്യാനായിട്ട് ഇവിടെ ടവൽ യൂസ് ചെയ്യാന്നാ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ടവൽ യൂസ് ചെയ്ത് നമ്മൾ നേരെ കൈ കൊണ്ട് ടച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടി, അതാണ് ഇതിനകത്ത് മുകളിൽ പറഞ്ഞിട്ട് എൽബോ വെച്ചിട്ട് ടാപ്പ് ക്ലോസ് ചെയ്യുക എന്ന് പറഞ്ഞേക്കുന്നത് കേട്ടോ. യൂസ് ടവൽ ടു ടേൺ ഓഫ് ഫോസെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാപ്പ് ക്ലോസ് ചെയ്യാനായിട്ട് ടവൽ യൂസ് ചെയ്യാം ഉദ്ദേശിച്ചിട്ടുള്ളൂ. ആൻഡ് യുവർ ഹാൻഡ്സ് ആർ സേഫ്, നമ്മുടെ ഹാൻഡ്സ് ഈ രീതിയിലൊക്കെ വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സേഫ് ആകും. അതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി നമുക്ക് ഇതിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതാം കേട്ടോ. ചാപ്റ്റർ വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത ചാപ്റ്റർ ആണ്. അപ്പൊ അതിനകത്ത് നമുക്ക് എന്തെങ്കിലും നമുക്ക് റിവിഷൻ വരുമ്പോ നമുക്ക് പ്രീവിയസ് ഓരോ ചാപ്റ്റർ വൈസ് റിവിഷൻ ചെയ്യാം. അതായിരിക്കും നിങ്ങൾക്ക് എളുപ്പം. അപ്പൊ ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചിട്ട് വരുവാണെങ്കിലേ നമുക്ക് ആ ചാപ്റ്ററിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എഴുതാം. പിന്നെ അഡീഷണൽ ആയിട്ടുള്ള, പിന്നെ അതിന്റെ ഒപ്പം തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടല്ലോ. ഇപ്പൊ കഴിഞ്ഞ സാറ്റർഡേ ആയിരുന്നു മറ്റേ ഒരു ബാച്ചിലെ കുട്ടികൾക്ക് ഫൈനൽ എക്സാം ആയിരുന്നു അവർക്ക്. അപ്പൊ അങ്ങനെ അവർക്കിടെയൊക്കെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഇവിടെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഓരോ ചാപ്റ്റർ വൈസിലും നമ്മൾ പ്രീവിയസ് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്കൊന്നുകൂടി അതിന്റെ ഒപ്പം റിവിഷൻ ചെയ്യുമ്പോൾ ചെയ്തു പോകാം കേട്ടോ. ഇപ്പൊ നമുക്ക് എന്താ പറയാ, ഇതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് എഴുതാം. ഓക്കെ, എന്നാ ക്വസ്റ്റ്യൻ ബുക്ക് എടുക്കാം കേട്ടോ. ഓരോന്ന് എഴുതുമ്പോ അത് പഠിച്ചു പോവാട്ടോ. ഇപ്പൊ നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് എഴുതുമ്പോ ഓരോന്ന് എഴുതി കഴിയുമ്പോഴത്തേക്ക് തന്നെ അത് പഠിക്കുക. ഓരോന്ന് നമുക്ക് അപ്പൊ ആദ്യം മുതലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതാം. ഓക്കെ, ബുക്ക് എടുക്കാം. ചാപ്റ്ററിന്റെ പേര് നിങ്ങൾ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ. ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ ഓർ നോസോഫോണിയൽ ഇൻഫെക്ഷൻ എഴുതാം. ക്വസ്റ്റ്യൻസ് പറഞ്ഞോട്ടെ. First question എഴുതിക്കോ. Which type of infection is known as nosocomial infection? Which type of infection is known as nosocomial infection? ഇവിടെ ഓപ്ഷൻസ് ഞാൻ വായിക്കാം. ഇത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറില് ഈ കഴിഞ്ഞ ബാച്ചിലെ കുട്ടികൾക്കിടെ മോഡലില് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. ഈ ചാപ്റ്ററിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചതായിരുന്നു. Which type of infection is also known as nosocomial infection? ഞാൻ ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻസ് എഴുതണമെന്നില്ല, ജസ്റ്റ് നിങ്ങളൊന്ന് കേട്ടാലും മതി. നോസ് ഇൻഫെക്ഷൻ, ഓപ്ഷൻ ബി ഐ ഇൻഫെക്ഷൻ, ഓപ്ഷൻ സി hospital associated infection,
Option D, conjunctivitis. ഏതാണ് nosocomial infection? Options ഒന്നോട് വായിക്കാം. Which type of infection is known as nosocomial infection? Nose infection, eye infection, hospital associated infection, conjunctivitis. ഏതാണ് nosocomial infection വരുന്നത്? Hospital associated infection. Okay, very good. Hospital associated infection. ഹോസ്പിറ്റലിൽ നിന്ന് അക്യൂർ ചെയ്യുന്ന ഇൻഫെക്ഷൻസിനെയാണ് നമ്മുടെ നോസോകോമിയൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഹോസ്പിറ്റൽ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പഠിച്ചോ? ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ എഴുതിപ്പോ. The word nosocomial, ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലപ്പോൾ മോക്ക് ടെസ്റ്റ് തന്നിട്ടുണ്ടാവുമായിരിക്കും കേട്ടോ. The word nosocomial is derived from the Latin word dash. അല്ലെങ്കിൽ ചോദിക്കാം which Latin word, from which Latin word nosocomial is derived. അങ്ങനെ ചോദിച്ചാൽ ശരിയാണ്. എന്തായാലും ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. The word nosocomial is derived from the Latin word dash. ഏത് വേർഡാ? ലാറ്റിൻ വേർഡ് വേഗം പറഞ്ഞോ. Nosocomial. നോസോകോമിയോൺ. കറക്റ്റ് ആയിട്ട് എഴുതാട്ടോ. നോസോകോമിയോൺ. NOSOKOMEION. നോസോകോമിയോൺ. The word nosocomial is derived from the Latin word nosocomial. Next question എഴുതിക്കോ. Third question. Next question. Meaning എഴുതണ്ടല്ലോ ഇനി. What is the meaning of nosocomial? Meaning എന്താ? Nosocomial. Hospital. Hospital. ഇപ്പൊ അത് എഴുതണ്ട. Which of the following is a nosocomial infection? Which of the following is a nosocomial infection? Options പറയാട്ടോ. Which of the following is a nosocomial infection? പ്രതീക്ഷ നോട്ട് ചെയ്യുന്നില്ലേ ക്വസ്റ്റ്യൻസ്? എന്ത് മാം? ഓക്കെ, ഇടയ്ക്ക് ആൻസറുകളൊക്കെ പറയട്ടോ. പ്രതീക്ഷ സൗണ്ട് കേൾക്കുന്നില്ല. അറിയാവുന്ന ആൻസർ പറ, അല്ലെങ്കിൽ ആ പ്രിന്റഡ് നോട്ടിൽ നിങ്ങൾക്ക് നോക്കിയാലും കിട്ടും. നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുകയാണെങ്കിൽ എന്താ പറയാ, നിങ്ങൾക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കുമല്ലോ. അപ്പൊ ജസ്റ്റ് അറിയില്ലാത്ത ജസ്റ്റ് നോക്കിയിട്ട് എഴുതിയാൽ മതി. ആൻസേഴ്സ് മാക്സിമം പറയാം. അപ്പൊ നിങ്ങൾക്ക് അതെല്ലാം പഠിക്കുകയും ചെയ്യാലോ. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ നോസോകോമിയൽ ഇൻഫെക്ഷൻ? ഓപ്ഷൻസ് പറഞ്ഞിട്ടെ. ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞില്ലേ? ഓക്കെ, ഓപ്ഷൻസ് എഴുതിക്കോ. ഓപ്ഷൻ എ തന്നേക്കുന്നത് സ്കിൻ ഇൻഫെക്ഷൻ. Skin infection. Option B, urinary tract infection. Option C, respiratory pneumonia.
respiratory pneumonia. Option D, all of the above. ഏതാ നോസോകോമിയൽ ഇൻഫെക്ഷൻ ഏതാ? All of the above. All of the above. അതിനകത്ത് ഞാൻ പറഞ്ഞായിരുന്നു സ്കിൻ ഇൻഫെക്ഷൻ കൂടി ആഡ് ചെയ്യണം. അതും നോസോകോമിയൽ ഇൻഫെക്ഷൻ തന്നെയാണ്. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, റെസ്പിറേറ്ററി ന്യൂമോണിയ, സ്കിൻ ഇൻഫെക്ഷൻ, all of the above. ഓപ്ഷൻ ബി all of the above ആണ് കറക്റ്റ്. എന്തായാലും നോസോകോമിയൽ ഇൻഫെക്ഷൻ തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following is included? Which of the following is included in the symptoms of HAI? Which of the following is included in the symptoms of HAI? Capital letters എഴുതാട്ടോ. HAI എന്നുള്ളത് ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ ആണ്. ഷോർട്ട് ചെയ്ത് നമ്മൾ HAI എഴുതിയതാണ്. Which of the following is included in the symptoms of HAI? Options ഞാൻ വായിക്കാം. Option A, fever, FEVER, fever. Option B, difficulty in urination. Difficulty in urination. Difficulty in urination. Option C, discharge from a wound. Discharge from a wound. Next option D, all of the above. ഏതാ വരുന്നേ? All of the above. All of the above. All of the above. അതൊക്കെ symptoms of fever, difficulty in urination, feeling of suffocation, headache, burning with urination or difficulty in urination, nausea, vomiting, diarrhea. ഇതൊക്കെ അതിന്റെ സിംറ്റംസിൽ വരുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് എഴുതിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Next. What is the next ഇവിടെ സോഴ്സ് ഉണ്ട്. അപ്പൊ അതിനകത്ത് സോഴ്സുകൾ ഏതൊക്കെയാണെന്നൊക്കെ നോക്കാം. സോഴ്സിൽ വരുന്ന ഏതാണ്? ഇപ്പൊ ഞാൻ എഴുതില്ല. Which of the following are the source of infection in the hospital? ഹോസ്പിറ്റൽസ് ഇൻഫെക്ഷൻ സോഴ്സുകൾ ഏതൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് അതിനൊന്ന് നോക്കിയാൽ മതി. ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതാണ്? ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതാണെന്ന് ചോദിച്ചാലും നമുക്ക് ആ ഒരു പിക്ചറിൽ തന്നെ നമുക്ക് കിട്ടും. പിന്നെ അടുത്ത നോസോകോമിയൽ ഇൻഫെക്ഷന് റിസ്ക് സാധ്യതയുള്ളവർ ആരൊക്കെയാണെന്നാണ്. അതും ഒന്ന് നോക്കിയാൽ മതി. പേഷ്യന്റ് ഹോസ്പിറ്റൽ റൂമേറ്റുകൾ ഞാൻ പറയുന്നുണ്ടല്ലോ. ഏജ് പാർട്ടിക്കുലർ പേഷ്യന്റ് മോർ ദാൻ 70 years ഓൾറെഡി കൂടുതലുള്ളവർക്ക്, പിന്നെ അത് കുറെ നാൾ ആന്റിബയോട്ടിക്സ് യൂസ് ചെയ്തിട്ട്, പിന്നെ യൂറിനറി കത്തീറ്റർ കുറെ നാൾ യൂസ് ചെയ്യുന്നവർക്ക്, ലൈക്ക് ICUല് കുറെ നാള് ICUല് കിടക്കുന്ന പേഷ്യൻസിന്, കോമ സ്റ്റേജിലുള്ളവർക്ക്, ഇനി ട്രോമ എന്തെങ്കിലും ആഘാതങ്ങളൊക്കെ വരുന്നവര്, ഇമ്മ്യൂൺ സിസ്റ്റത്തിന് എന്തെങ്കിലും അപകടകരമായിട്ടുള്ള അവസ്ഥയിലുള്ളവർക്കൊക്കെ ഈ നോസോകോമിയൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത ഉള്ളവരാണ്. അത് രണ്ടും ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കിയാൽ മതി കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ എഴുതിപ്പോ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ആ ഭാഗത്ത് നമ്മൾ ക്വസ്റ്റ്യൻസ്.
Which of the following comes under direct contact transmission? Which of the following comes under direct contact transmission? Which of the following comes under direct contact transmission? Okay, options പറയട്ടെ. Okay, so question നോക്കാം. Which of the following comes under direct contact transmission? Direct contact transmission കീഴിൽ വരുന്നത് ഏതൊക്കെയാണെന്നാ ചോദിച്ചേക്കുന്നത് കേട്ടോ. Direct contact transmission കീഴിൽ വരുന്നത് ഏതൊക്കെ? ഓപ്ഷൻ എ ഏതാ? Tained gloves. TAINED. Tained gloves. GLOVES. Tained gloves. Next option B. Contaminated needles. Contaminated needles. Contaminated needles. Option C. Contaminated instruments. Contaminated instruments. Next, D. Personal contact. Next, option D. Personal contact. ഒന്നുകൂടെ നോക്കാം. Tained gloves, contaminated needles, contaminated instruments. Next, personal contact. ഏതാ വരുന്നേ? Direct Personal contact. Personal contact. Okay, personal contact. Direct contact transmission lo varunnaanu ട്ടോ. Okay, next. Which of the following comes under which of the following of the following not comes under vector-borne transmission. Not comes under which of the following not comes under vector-borne transmission. Which of the following not comes under vector-borne transmission? Options ഞാൻ വായിക്കാം. Option A, flies. Flies. Option B യിൽ വരുന്നത് mosquitoes. Option D, C യിൽ foot. FOD, foot. Next option D യിൽ rats. RITS, rats. Rats. ഏതാ വരുന്നേ? Which of the following not comes under vector-borne transmission? വരാത്തത് ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. Foot. ഏതാണ്? Foot.
Food. Okay, very good. Food. The flies, mosquito, ഇങ്ങനെയാണ് റാറ്റ്സ്, ഇതൊക്കെ മൈക്രോ ഓർഗാനിസംസ് ആണ്, ലിവിങ് തിങ്സ് ആണ്. അതിൽ കൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. അല്ലാതെ ഫുഡ്, വാട്ടർ, മെഡിക്കേഷൻ, ഡിവൈസസ്, എക്യുപ്മെന്റ്സ് ഒക്കെ കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷനിൽ വരുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following method is not used for preventing nosocomial infection? Which of the following method is not used for preventing nosocomial infection? Options പറയട്ടെ. Okay, sanitation. Option A യിൽ വരുന്നത് sanitation. Option B യിൽ sterilization. 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 Option C യിൽ isolation. Option D യിൽ transportation. ഏതാ? Transportation. Transportation. Following method is not used for preventing nosocomial infection. Nosocomial infection prevent ചെയ്യുന്ന മെത്തേഡിൽ ഉൾപ്പെടാത്ത ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. ഓക്കെ, നമുക്ക് ഇത്രയും മതി. ക്ലാസ് വൈൻഡ് ചെയ്യാൻ സമയമായി. ഓക്കെ, നമുക്ക് ഇനി നെക്സ്റ്റ് ടീച്ചർ ഇപ്പൊ തന്നെ വരുന്നുണ്ട്, ആരും പോകരുത്. ഓക്കെ, നമുക്ക് ക്ലാസ് വൈൻഡ് ചെയ്താലോ? എന്നാ ബാക്കിത്തെ നെക്സ്റ്റ് നാളെ ക്ലാസ്സിൽ ചെയ്യാം. ബാക്കിത്തെ എന്നിട്ട് അടുത്ത ചാപ്റ്റർ നാളെ തുടങ്ങാം കേട്ടോ. പ്രതീക്ഷ ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും കയറിയില്ലോ, എന്ത് പറ്റി? എന്താണ്, എനിക്ക് ക്ലിയർ ആവുന്നില്ല. ആക്സിഡന്റോ? എന്ത്, എവിടെ വെച്ച്? അത് മാം, ഞാൻ ലെഫ്റ്റില് വണ്ടി പാർക്ക് ചെയ്തിരിക്കുവായിരുന്നു, ഇങ്ങോട്ട് കയറി വന്ന് വണ്ടി ഇടിച്ചു. അതെ, എന്നിട്ട് എന്താ പറ്റി? ഡോറ് പോയി, കാലിനൊരു വേദനയായി, പിന്നെ റെസ്റ്റ് ആയിരുന്നു. അതെ, ഓക്കെ ആയോ? എന്നിട്ട് ഓക്കെ ആയി. നടക്കാവുന്ന രീതിയായോ? ഓക്കെ. ഓക്കെ, സൂക്ഷിക്കണം കേട്ടോ. ചെക്ക് ചെയ്യാൻ പറയുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്ത് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് നന്നായിട്ട് റെസ്റ്റ് തന്നെ ചെയ്യാട്ടോ. ഡോക്ടർ എന്താ പറയുന്നത് വെച്ചാൽ അതിനനുസരിച്ച് തന്നെ റെസ്റ്റ് എടുക്കാം. എല്ലാവരും നല്ല എന്താ പറയാ, നമ്മൾ ശ്രദ്ധിച്ച് തന്നെ നടക്കാം. ഓക്കെ, അപ്പൊ സേഫ് ആയിട്ട് ഇരിക്കാട്ടോ. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് നാളെ കാണാം. ഓക്കെ, ബൈ. Thank you, ma'am.